ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലം തുടങ്ങിയ സംശയം. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടി ഷോ കാണിക്കാൻ ജാസി ആരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഞാൻ പുട്ടിടുന്നതുകൊണ്ട് മോൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടോ? എന്റെ എന്തു വെറുതെ കണ്ടകടച്ചവനെയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ഇപ്പൊ മോള് ചോദിച്ചു ജാസി ആണാണോന്ന് ചോദിച്ചാൽ അല്ല, പെണ്ണാണോന്ന് ചോദിച്ചാൽ അല്ല. ആണല്ല പെണ്ണല്ല, അടിപൊളി വേഷം. ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തിരിച്ചു ചോദിക്കാണ്, ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം, മോള് പെണ്ണാണോ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ജാസി ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. മോൾ എന്നോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് മോള് പറയുന്നതാണ് ഞാൻ പെണ്ണാണെന്നുള്ളത്. തെളിവ് എന്താ ഉള്ളത്? എന്റെ കെട്ടിയതിന് 3-4 പിള്ളേരായി. ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? മോള് കല്യാണം കഴിച്ചു, മോള് കുട്ടിയുണ്ട്, ഒക്കെ റെഡിയാണ്. മോള് പെണ്ണാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ഇവൻ പൊട്ടനാണോ? വെള്ളം കൊടുത്തേക്ക് പൊട്ടനാണ് മനസ്സിലാവില്ല. ഈ കുട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ജെൻഡറിന്റെ ഒരു റിപ്ലൈ ആണ്. കുട്ടി ആയതിന്റെ ശേഷം എത്രയോ പേര് ബോയ്സ് ആയിട്ടുണ്ട്. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ഇപ്പൊ ഇത് എന്റെ ജെൻഡർ ആണെന്ന് പറഞ്ഞ് ഞാൻ നെയിം ബോർഡ് വരെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ ചോദ്യം ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ തുണി കാണിച്ചു കൊടുക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ രണ്ടു നിർക്കണം, എന്നിട്ട് അവന്മാരെ എന്നെ കുനിഞ്ഞു നോക്കട്ടെ ആണാണോ പെണ്ണാണോ എന്ന്. കമന്റ് ബോക്സ് എന്നോട് ആൾക്കാർ എന്താണ് ജാസിനെ മുറിച്ചതാണോ, ജാസിനെ ഒന്ന് കാണാൻ പറ്റുന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഓ ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെത്താൻ പോയി കണ്ണാടി നോക്കടാ ഊളകളെ. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. ദൂരോട്ടില്ലെന്നേ. അപ്പൊ ഓക്കെ, ഇനി ബാക്കി അടുത്ത ഞായറാഴ്ച.